അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ പുതിയതായിട്ട് എടുത്ത ഒരു ഡ്രോണാണ്. അപ്പോൾ പുതിയതെന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഡ്രോണാണ് ഞാൻ എടുത്തത്. ഞാൻ പുതിയതായിട്ട് എടുത്ത യൂസ്ഡ് ഡ്രോൺ. ഓക്കെ, അപ്പോൾ ഈ ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി സ്കൈ 4K എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രോണാണ്. ഏകദേശം പുതിയതിന് നമുക്കിവിടെ ഏകദേശം ഒരു 45,000 തൊട്ട് 50,000 ആ റേഞ്ചിലായിട്ട് കളിക്കുന്നത്. കാര്യം പ്രൈസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഏകദേശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 40,000 to 50,000 റേഞ്ച് വരുന്ന ഡ്രോണാണ്. നമുക്കിത് അത്യാവശ്യം നല്ല വില കുറച്ച് കിട്ടി. വില കുറച്ച് കിട്ടാൻ 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. കാര്യം ഇതിന് കുറച്ച് ഡാമേജസ് ആയിരുന്നു. അതെന്തായാലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഡ്രോൺ സാധാരണ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനങ്ങളിൽ നിന്ന് ഒരു സാധനം ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഒരെണ്ണമല്ല 2 സാധനങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം കിട്ടി. നമുക്ക് ബോക്സ് ഉണ്ടായിരുന്നു, അതിനൊപ്പം ഡ്രോൺ വരുന്നുണ്ട്. നമുക്ക് ഡ്രോണിൻ്റെ ഒപ്പം തന്നെ 2 ബാറ്ററിയാണ് വരുന്നത്. അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 വോൾട്ട് 2 ആമ്പിൻ്റെ ഒരു മൈക്രോ USB വെച്ചിട്ട് കണക്ട് ചെയ്യുന്നതാണ്. നമുക്ക് ചാർജിങ് ബ്രിക്കോ കേബിളോ കിട്ടിയിട്ടുണ്ടായില്ല. അത് ഞാൻ പറഞ്ഞ മിസ്സായതിൽ ഒരു സാധനം വേണമെങ്കിൽ നമുക്ക് അതാണെന്ന് പറയാം. അത് വെച്ചിട്ട് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഏകദേശം നല്ല ടൈം എടുക്കും. അതിനെക്കുറിച്ച് എന്തായാലും ഞാൻ പറയാം. അതുപോലെ തന്നെ നമുക്ക് റിമോട്ടും വരുന്നുണ്ട്. അപ്പോൾ റിമോട്ടിൻ്റെ കണ്ടീഷൻ കാണുമ്പോൾ തന്നെ അറിയാം യൂസ് എന്ന് പറയുന്ന കാര്യം തോന്നുന്നുള്ളത്. അത് ലോഗോയൊക്കെ ആരായിട്ടൊക്കെ ചിരട്ടി കളഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ റിമോട്ടിൻ്റെ അകത്തൊന്നും നമുക്ക് സ്ക്രൂ ഒന്നുമില്ല. ആയിപ്പാട്ട് 2 സ്ക്രൂ ഉള്ളൂ, അതിനകത്ത് സ്ക്രൂ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഡ്രോൺ ഉള്ളത്. ഡ്രോൺ നമുക്ക് ഇങ്ങനെ തുറക്കാൻ വേണ്ടി പറ്റും. കണ്ടോ, തുറക്കാൻ വേണ്ടി പറ്റും. ഡ്രോണിൻ്റെ അകത്തും കുറേ സ്ക്രൂസ് മിസ്സിങ് ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെയായിട്ടാണ് ക്യാമറ വരുന്നത്. ക്യാമറയ്ക്ക് ഒരു കവറുണ്ട്. ഇത് നമുക്കപ്പോൾ 3 ആക്സസ് ഗിംബിളുള്ള ക്യാമറയാണ്. കണ്ടോ, 3 ആക്സസ് ഗിംബിളുള്ള ക്യാമറയാണ്. അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ക്യാമറ തന്നെയാണ്. ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് DJയുടെ ഡ്രോൺസിനെ വെച്ചിട്ട് നമുക്കിത് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. DJയുടെ ഡ്രോൺസിൻ്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവൽ ഒരിക്കലും ഈ വക ഡ്രോണുകൾക്ക് എത്തിക്കാൻ വേണ്ടി പറ്റില്ല. എന്നാലും കുഴപ്പമില്ലാത്തൊരു ഇത് ക്ലാരിറ്റി നമുക്ക് തരും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ 4K 30 FPS ആണ് ഇത് മാക്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നമ്മൾ ടെസ്റ്റ് റൺ ചെയ്ത സമയത്ത് നമ്മൾ 1080pയിലായിരുന്നു റെക്കോർഡ് ചെയ്തത്. അതുകൊണ്ട് ക്ലാരിറ്റിയിൽ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാകും. കാര്യം 4K ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഞാൻ എൻ്റെ വീഡിയോസ് 1080 കിട്ടുന്നത്, 1080pയിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തേക്ക് ഇട്ടാൽ റെഡി ആവുമെന്ന് അറിയാൻ പാടില്ല. ഒരു ഷോർട്ട് വീഡിയോയും കൂടെ ഞാൻ 4K എടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇതിനകത്ത് ഇടാം. അതുപോലെ തന്നെ ഇതിന് കുറച്ച് ഡാമേജസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഒരു ഡാമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടതിന് അറിയാൻ പറ്റും. ഈ ഒരു സ്ക്രൂ ഡിഫറൻ്റ് ആണ്. ഇതായിരുന്നു നമ്മുടെ ഡീഫോൾട്ട് വരുന്ന സ്ക്രൂ. കാര്യം ഈ ഒരു മോട്ടറിൻ്റെ അവിടുത്തെ പിരി വെട്ടിയിരിക്കുന്നതാണ് സ്ക്രൂ ഇടുന്നിടത്ത്. അപ്പോൾ ആദ്യം കിട്ടിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. ടെസ്റ്റ് റൺ ചെയ്യാൻ വേണ്ടി ആദ്യത്തെ പ്രാവശ്യം പറത്തിയപ്പോൾ തന്നെ ആ ഒരു ലീഫ് ഊരിപ്പോയി. ഡ്രോൺ നേരെ പോയി ക്രാഷ് ചെയ്തു. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വേറെ നമ്മുടെ സ്പെയർ സ്ക്രൂ ഉള്ളത് ലോക്ക് ടൈറ്റ് വെച്ച് ഇട്ട് ടൈറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ഡ്രോണിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു 500 ഗ്രാമിനടുത്ത് വരും ബാറ്ററിയോട് കൂടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ സ്കൈ ആപ്പിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ചെയ്തിട്ടില്ല, അത് ചെയ്യാനുണ്ട്. അത് ചെയ്യാനുള്ള ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയാൻ വേണ്ടി പാടില്ല. അതൊന്ന് നോക്കണം. അത് കഴിഞ്ഞാലേ നമുക്ക് പറത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊരു ഡ്രോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു 250 ഗ്രാമിന് താഴെയുള്ള ഡ്രോൺ ആയിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൽ തന്നെ നമുക്കിപ്പോൾ DJയുടെ മിനി സീരീസ് അത്യാവശ്യം നല്ലതാണ്. അതുപോലെ തന്നെ DJയുടെ നിയോ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. അതും അത്യാവശ്യം കുഴപ്പമില്ല. അത് നമുക്ക് റിമോട്ട് ഇല്ലാതെയും പറത്താൻ വേണ്ടി പറ്റും ഫോണിൽ. അതുപോലെ തന്നെ അതിൽ വേണ്ട ക്വിക്ക് ഫ്ലൈറ്റ് മോഡ്സ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ ഡ്രോണിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. അതിന് ഏകദേശം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഒരു 30 രൂപ റേഞ്ചേ വരുള്ളൂ ഡ്രോൺ മാത്രമായിട്ട്. അങ്ങനെയാണ് അറിഞ്ഞത്. നമുക്ക് അത് അത്രയും പോലും ഇതിന് റേറ്റ് ആയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം തന്നെ യൂസ്ഡ് എടുക്കാൻ വേണ്ടി. കാര്യം യൂസ്ഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, ഒരുപാട് ചതികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചെടുക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി കണ്ട് നേരിട്ട് ഡീലിങ്സ് നടത്താൻ വേണ്ടി നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഡ്രോണിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പറയാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ 4K കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ GPS കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അത്യാവശ്യം സ്റ്റേബിളാണ്. സ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സാറ്റലൈറ്റ് ഒരു 10 മേലെ, അതായത് ഒരു 15 to 20 ആ റേഞ്ചിൽ നമുക്ക് സാറ്റലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സാധനം നല്ല സ്റ്റേബിളായിട്ട് നിൽക്കും. നിങ്ങൾക്കിപ്പോൾ കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും. നല്ല സ്റ്റേബിളാണ്, അത്യാവശ്യം സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയും അത്യാവശ്യം നല്ലതാണ്. ഞാനൊരു 2 സാമ്പിൾസ് ഇട്ട് തരാം. 1080pയിൽ എടുത്ത സാമ്പിൾസ്. അതുപോലെ തന്നെ 2 മോഡ് ഞാൻ ഇതിനകത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഒരെണ്ണം ഡ്രോണി എന്ന് പറഞ്ഞ മോഡും ഒരെണ്ണം റോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡുമാണ്. ആദ്യത്തെ 1080p ടെസ്റ്റിങ്ങിൽ വലിയ ഇത് ക്ലാരിറ്റി ഒരു കുറവ് പോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ നമ്മുടെ ഇമേജ് ക്വാളിറ്റി, പക്ഷേ 1080pയിൽ നമ്മൾ നോർമൽ പറത്തിക്കാനൊക്കെ വലിയ കുഴപ്പമുണ്ടായില്ല. ലൈറ്റിങ്ങിൻ്റെ എന്തോ ഇഷ്യൂ ആയിരുന്നു.
അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് നമ്മൾ 4K നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി, വീടിൻ്റെ പൊക്കത്ത് പോയി ഡ്രോണി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അതെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഡിസ്റ്റൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അത് ഞാൻ ആദ്യം കൊടുത്തത് 10 എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 20 വിചാരിച്ചിട്ട് ഞാനത് 25 കൊടുത്തു. പണി വാളി. അവിടെ ഒരു മരം ഉണ്ടായിരുന്നു, സാധനം നേരെ പോയി മരത്തെ പോയിടിച്ചു, താഴത്തേക്ക് വീണ്. അങ്ങനെ ചെറിയൊരു ഡാമേജും കൂടെ നമുക്ക് പറ്റി. ഇവിടെ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ, ഇവിടെ ആയിട്ട് ഇത് ഒടിഞ്ഞു പോയി. ശരിക്കും നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ ഈ സാധനത്തിൽ നമ്മളൊരു മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ക്യാൻസൽ ചെയ്യാനും പറ്റില്ല. നമ്മൾ സ്റ്റിക്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ഞാൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നോക്കിയായിരുന്നു, അത് നടന്നില്ല. ഓവറോൾ വലിയ കുഴപ്പമില്ലാത്ത ഡ്രോണാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ പുതിയത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ നമ്മുടെ ഒരു യൂസിന് ഇത് ധാരാളമാണ്. ഞാൻ എപ്പോഴും ഒന്നും ഡ്രോൺ ഉപയോഗിക്കാറില്ല. അതുപോലെ തന്നെ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ പഴക്കമുള്ളൊരു ഡ്രോണാണ്. അതിൻ്റെ GPS സ്റ്റെബിലിറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇത് എന്തായാലും അത്യാവശ്യം നല്ലതാണ്. ഇതിലും നല്ലതായിരിക്കും നമ്മുടെ DJയുടെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ മാക്സിമം ഷോർട്ടാക്കി തന്നെ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്, കൂടുതൽ ഡിലേ അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി. ആരൊക്കെ പറഞ്ഞു നമ്മുടെ വീഡിയോക്ക് ലെങ്ത് കൂടുതലാണെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് നല്ല കാര്യം കവർ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ സോറി. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഓബിയസ്ലി കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഈ ഡ്രോൺ എന്തായാലും ചിലപ്പോൾ ഞാൻ കീപ്പ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഞാനത് ഫുള്ളൊന്ന് രണ്ടാമതൊന്ന് സർവീസ് ചെയ്തെടുത്തിട്ട് ചിലപ്പോൾ സെയിൽ ചെയ്യും. ചാൻസ് കുറവാണ് സെയിൽ ചെയ്യാൻ വേണ്ടി. കാര്യം നമുക്ക് വെയിറ്റ് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സെയിൽ ചെയ്യാൻ ചാൻസ് കുറവാണ്. സെയിൽ ചെയ്യേണ്ട വന്നാലും നമ്മൾ റീസണബിൾ ആയിട്ടുള്ള റേറ്റേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഓബിയസ്ലി കമൻറ്റ് ചെയ്യാം, ഞാൻ റേറ്റ് കാര്യങ്ങൾ എന്തായാലും പറയാം. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റോ വീഡിയോ ആയിട്ട് വരാം. അതുവരത്തേക്കും ബൈ.